പ്രിയപ്പെട്ട ജനറാളച്ചന്മാരെ, പ്രിയപ്പെട്ട മറ്റ് വൈദികരെ, ബഹുമാനപ്പെട്ട പ്രിൻസിലമ്മേ, മറ്റ് സമർപ്പിതരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയുടെ നിറവില് നമ്മളുടെ SABS സന്യാസിനി സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം സഭാവസ്ത്ര സ്വീകരണവും വ്രതവാഗ്ദാനവും നടക്കുകയാണല്ലോ. ഇന്നത്തെ തിരുവചന വായനകളിലെല്ലാം സമർപ്പിത ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വചന പ്രഘോഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് നമ്മൾ ശ്രവിച്ചത്. സുവിശേഷത്തിൽ യോഹന്നാന്റെ 4-ാം അധ്യായം സമറിയാക്കാരി സ്ത്രീയുടെ ചരിത്രമാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു കഥയാണത്. അനേകം പ്രാവശ്യം നമ്മൾ പരിശുദ്ധ കുർബാന മധ്യേ കേൾക്കുകയും ധ്യാനിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ഒരു തിരുവചന ഭാഗം. അതിലെ 1-2 ചിന്തകൾ നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവയ്ക്കുകയാണ്. ആ സ്ത്രീയെ കണ്ട അവസരത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഗിവ് മീ എ ഡ്രിങ്ക്, എനിക്ക് കുടിക്കാൻ തരിക. അത് വളരെ സാധാരണമല്ലാത്ത ഒരു ചോദ്യവും അല്ലെങ്കിൽ ഒരു യാചനയും അതിന് ചേർന്ന മറുപടിയുമാണ് അവിടെ കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം. ആദ്യമായിട്ട് ആ റിക്വസ്റ്റ് കേട്ട്, ആ യാചന കേട്ട് ആ സ്ത്രീ സമറിയാക്കാരി പറയുന്ന കാര്യമുണ്ടല്ലോ, നീ ഒരു യഹൂദനായിരിക്കെ സമറിയാക്കാരി സ്ത്രീയായ എന്നോട് ഈ ചോദ്യം വേണോ? ആ 2 സമൂഹങ്ങൾ തമ്മിലുള്ള അകൽച്ച, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അകൽച്ച, അതെല്ലാം ആ സ്ത്രീയുടെ മറുപടിയിലുണ്ട്. നീ ഒരു യഹൂദനാണ്, ഞാനൊരു സമറിയാക്കാരി പെണ്ണുമാണ്, നമ്മൾ തമ്മിൽ സമ്പർക്കം ഒന്നുമില്ലല്ലോ. വലിയൊരു ചരിത്രം അവള് ഈശോയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ 2 സമുദായങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ ഇതുപോലെ ഒരു യാചനയ്ക്ക് എന്താണ് പ്രസക്തി? അതിന്റെ പ്രസക്തി നമുക്കറിയാം. ആ ഒരൊറ്റ തിരുവചനത്തിലൂടെ ആ സ്ത്രീയുടെ ഹൃദയം ഈശോ തുറന്നു എന്ന് നമുക്കൊക്കെ അറിയാം. എനിക്ക് കുടിക്കാൻ തരിക എന്നുള്ള ആ ഒരു ചെറിയ വാക്യത്തിലൂടെ പിന്നീടുള്ള സംഭാഷണങ്ങളെല്ലാം ഈശോയാകുന്ന ആ നീർച്ചാലിലേക്ക് ആ സ്ത്രീയുടെ ഹൃദയം ആഴത്തിൽ ഇറങ്ങി ബന്ധപ്പെടുന്നത് നമുക്കറിയാം. ഈ സമറിയാക്കാരി സ്ത്രീ നല്ല ഒരു മിഷനറിയായിട്ട് മാറുകയാണ്, നല്ല ഒരു സമർപ്പിത സ്ത്രീയായിട്ട് മാറുകയാണ്, വളരെ വലിയ ഒരു ദൈവശാസ്ത്രജ്ഞനായിട്ട് മാറുകയാണ്. ആ സംഭാഷണങ്ങളുടെ ഓരോ ഭാഗത്തുകൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യവും അതാണ്. അവിടെയുള്ള സാമൂഹിക പരിമിതികളെ എല്ലാം മറികടന്നുകൊണ്ട് കർത്താവിലുള്ള ആശ്രയത്തിലേക്ക് കടന്നുവരുന്ന ആ സ്ത്രീ പൊതുവെ പെട്ടെന്ന് ആ തിരുവചന ഭാഗം വായിക്കുമ്പോൾ ആ സ്ത്രീ ഒരു പാപിനിയാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. ഈശോ പറഞ്ഞല്ലോ, നിനക്ക് 5 ഭർത്താക്കന്മാര് ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ള 6ാമത്തവനും നിന്റെ ഭർത്താവല്ല. അതിന്റെ യഥാർത്ഥ അർത്ഥം ഇപ്പോഴും നിന്നോട് സംസാരിക്കുന്ന 7ാമത്തവനാണ് നിന്റെ യഥാർത്ഥ മണവാളൻ എന്നാണ്. 5 പേര് ഉണ്ടായിരുന്നു, അവർ 5 പേരും യഥാർത്ഥത്തിലുള്ള ഭർത്താവല്ല, ഇപ്പോഴും നിന്റെ കൂട്ടത്തിലുള്ളതുമല്ല. പക്ഷേ ഇപ്പോൾ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 7ാമത്തവൻ യഥാർത്ഥ മണവാളനും നീ യഥാർത്ഥ മണവാട്ടിയുമാണ്. അതിന്റെ മൂല ഭാഷകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന, അതിൽ മറഞ്ഞിരിക്കുന്ന
യഥാർത്ഥത്തിലുള്ള അർത്ഥം അതാണ്. അവിടെ ഈ സ്ത്രീ പാപിനിയായ ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ 5 പേരും 6-മത്തവനും നിന്റെ ഭർത്താവല്ല എന്ന് ഈശോ പറഞ്ഞപ്പോൾ ക്ഷമ ചോദിക്കുക, യാചിക്കുക, ഞാൻ നല്ലതുപോലെ ജീവിച്ചുകൊള്ളാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, യോഹന്നാന്റെ ശിഷ്യന്മാരും ഒക്കെ ചോദിച്ചതാണല്ലോ. ഇത്രയും ഈശോ പറഞ്ഞപ്പോൾ അതിനുത്തരമായിട്ട് അവള് പറഞ്ഞത്, ഞങ്ങളുടെ പിതാക്കന്മാര് ആരാധന നടത്തുന്നത് ഈ മലയിലാണെന്ന് അവര് പറയുന്നു, നിന്റെ ആളുകൾ യഹൂദന്മാര് പറയുന്നു ജെറൂസലേം മലയിലാണെന്ന്. ഇതാണ് കർത്താവ് കൊടുത്ത ആ വിശദീകരണത്തിന് ആ സ്ത്രീ നൽകുന്ന ഉത്തരം. ഈ 6 പേരും നിന്റെ ഭർത്താക്കന്മാരല്ല എന്ന് പറഞ്ഞപ്പോൾ തുടർന്നുള്ള ആ സ്ത്രീയുടെ പ്രതികരണം, ഞങ്ങളുടെ പിതാക്കന്മാര് ഞങ്ങൾക്കൊരു മല, ഗെരസീൻ മല ആരാധനയ്ക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ആ സ്ത്രീ വലിയൊരു ചരിത്ര പഠിതാവിനെ പോലെ, ദൈവശാസ്ത്രത്തിൽ അവഗാഹമുള്ള ആളിനെ പോലെ, ഞാനോ എന്റെ കൂട്ടുകാരോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നല്ല, ഞങ്ങളുടെ പിതാക്കന്മാര്, ഞങ്ങളുടെ പാത്രിയാർക്കീസുമാര്, ഞങ്ങൾക്ക് പിതാക്കന്മാരുടെ പിന്തുണയുണ്ട്, അവര് പഠിപ്പിച്ച വലിയ കാര്യമാണ്. നിങ്ങൾക്ക് യഹൂദന്മാർക്ക് അത്തരത്തിലുള്ള ശക്തമായ പിതാക്കന്മാരുടെ പിന്തുണ ഇല്ല എന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തില് ആ സ്ത്രീ പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാര് ഒരു ആരാധനക്രമം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതനുസരിച്ചാണ് ഞങ്ങൾ ഗെരസീൻ മലയിൽ പോകുന്നത്. അപ്പോൾ ഈശോ കൊടുക്കുന്ന ഉത്തരമുണ്ടല്ലോ, ഈ മലയിലോ ആ മലയിലോ അല്ല, ഗെരസീൻ മലയിലോ ജെറൂസലേം മലയിലോ അല്ല യഥാർത്ഥത്തിലുള്ള ആരാധന നടക്കേണ്ടത്. യഥാർത്ഥത്തിലുള്ള ആരാധന സത്യത്തിലും ആത്മാവിലുമാണ്. അങ്ങനെ നമ്മൾ ആരാധിക്കുമ്പോഴാണ് പിതാവിനെ നമ്മൾ ശരിക്ക് ആരാധിക്കുന്നത്. അങ്ങനെ വലിയൊരു ദൈവശാസ്ത്ര സംഭാവന നമുക്കൊക്കെ നൽകിക്കൊണ്ട് വലിയൊരു വെളിപ്പെടുത്തൽ കർത്താവ് നടത്തുകയാണ്. അതിലേക്ക് ആ സ്ത്രീ ഇറങ്ങി വന്നു. ഞാനിത് പറഞ്ഞത്, നിക്കോദേമോസ് കർത്താവിനോട് സംസാരിച്ച് ഒരു പകുതി ഒക്കെ മനസ്സിലാക്കി പൂർണ്ണ ശിഷ്യനാകാണ്ട് മടങ്ങിപ്പോകുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്ത്രീ ഒരു മച്വർ ഡിസൈപ്പിൾഷിപ്പ്, ഈശോയുടെ നല്ല ഒരു ശിഷ്യയായിട്ട് മാറുകയാണ്. ഞാനിത് പറയാൻ കാരണം, സത്യത്തിലും അരൂപിയിലും പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ആ പ്രബോധനം കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് SABS-കാര്. പരിശുദ്ധ കുർബാനയോടുള്ള ആദരവ്, ആരാധന, അത് ജീവിത ക്രമമായിട്ട് സ്വീകരിക്കുന്ന ഒരു സമൂഹം. ഈ സമറിയാക്കാരി സ്ത്രീ കർത്താവിൽ നിന്ന് നേടിയ ഒരു ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയാവുന്നത് അതാണ്. ആരാധനയെക്കുറിച്ചുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാട് അത് ഹൃദയത്തിൽ കിട്ടിയപ്പോൾ ആ സ്ത്രീ ചെയ്തത് എന്താണ്? വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം കിണറ്റിൻകരയിൽ ഇട്ടിട്ട് അവൾ ഓടുകയാണ്. മറ്റുള്ളവരോട് പറയാൻ വേണ്ടി വഞ്ചിയും വള്ളവും വലകളും മാതാപിതാക്കളും ചുങ്കസ്ഥലവും എല്ലാം വിട്ടുപോയ ശിഷ്യന്മാരെ പോലെ. അങ്ങനെയാണ് ആ സ്ത്രീ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടുന്നത്. വഞ്ചിയും വലയും മാതാപിതാക്കളും എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന ആദ്യ ശിഷ്യന്മാരുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് കുടം ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആ സ്ത്രീയും. അതുവരെ ഉണ്ടായിരുന്ന പ്രാകൃതമായ ആരാധനക്രമങ്ങള് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ വഴി കണ്ട ആ ലോകത്തോടുള്ള ബന്ധം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവള് ഒരു സമർപ്പിതയെ പോലെ ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് യഥാർത്ഥത്തിലുള്ള ആരാധന ഈശോയെ കൂട്ടുപിടിച്ചുള്ള ആരാധനയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോവുകയാണ്. അതാണ് ആ സുവിശേഷത്തിന്റെ ആത്മീയമായിട്ടുള്ള അർത്ഥം എന്ന് ഞാൻ കരുതുകയാണ്. അവള് പോയി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നു. അവളൊരു പാപിനിയായ സ്ത്രീ ആയിരുന്നെങ്കിൽ അവള് ചെന്ന് പറയുമ്പോൾ ആരെങ്കിലും കൂട്ടത്തിൽ വരുമോ?
അവിടെ ചെന്ന് ഇത് പറഞ്ഞപ്പോൾ പട്ടണവാസികൾ എല്ലാവരും വന്നു. അതായിരുന്നു ആ സ്ത്രീയുടെ മഹത്വം. അവരുടെ ആ വാക്ക് അനുസരിച്ച് വന്ന അവരെല്ലാവരും കർത്താവിനെ കണ്ട് സംസാരിച്ചു. സഭയുടെ പിതാക്കന്മാരവിടെ പറയും, ആ സംഭാഷണത്തിലാണ് യഥാർത്ഥത്തിൽ മണവാളൻ ഈശോ മണവാട്ടിയോട്, സഭയിലെ അംഗങ്ങളാകാൻ താല്പര്യമുള്ളവരോട് സംസാരിക്കുന്നത്. മണവാളൻ മണവാട്ടിയോട് സംസാരിക്കുന്നതാണ് സന്യാസം എന്ന് പറയുന്നത്. ആ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ്. ഇന്ന് 6 സഹോദരിമാര് സഭാവസ്ത്രം സ്വീകരിച്ച് മണവാളനായ ഈശോയോട് സംസാരിച്ച് മണവാട്ടികളായിട്ട് മാറുമ്പോൾ ദൂരെ നിൽക്കുന്ന തോഴന്മാരായ നമ്മൾ സന്തോഷിക്കുകയാണ്. നമ്മളുടെ സംതൃപ്തി ആ സ്വരം കേൾക്കുന്നതിലാണ്. ഇവരെ ഒരുക്കി കർത്താവിന് ഇഷ്ടപ്പെട്ട ആളുകളായിട്ട് മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിച്ചതിലുള്ള ആ ഒരു വലിയ സന്തോഷം നമ്മൾ പങ്കുവയ്ക്കുകയാണ്. സുവിശേഷത്തിൽ നമ്മൾ കണ്ടല്ലോ, കണ്ണുകൾ ഉയർത്തി വയലിലേക്ക് നോക്കിയാൽ ഇഷ്ടം പോലെ നമുക്ക് ജോലികളുണ്ട്. കണ്ണുകൾ താഴ്ത്തി പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് നടന്നാൽ വെറുതെ ഇരിക്കാം. നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് നിങ്ങൾ 6 പേര് കണ്ണുകൾ ഉയർത്തി വയലിലേക്ക്, ഈശോയുടെ വയലിലേക്ക്, സഭയിലേക്ക് നോക്കിയവരാണ്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ജോലികൾ കാണാനായിട്ട് സാധിച്ചു. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഇവിടെയുള്ള പ്രതിഫലം മാത്രമല്ല, നിത്യജീവനിലേക്ക് നിങ്ങൾ കൊയ്ത് കൂട്ടുകയാണ്. സന്യാസം അതാണ്. നിത്യജീവനിലേക്ക് ദൈവകൃപകൾ നമ്മൾ മേടിച്ച് സ്വീകരിച്ച് മറ്റുള്ളവർക്കും നമ്മൾ കൊടുക്കുകയാണ്, കൊയ്തു കൂട്ടുകയാണ്. നമുക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. അങ്ങനെയുള്ള വലിയ ഒരു സമർപ്പിത ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള ആരാധന വിശുദ്ധ കുർബാനയുടെ ആരാധനയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സമൂഹത്തിന് കൂടുതൽ ദൈവകൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ സ്ത്രീ അവസാനം ഈശോയോട് പറഞ്ഞല്ലോ, ആ ജലം, ജീവജലം എനിക്ക് നൽകണമേ. ഞാൻ ഇനി വെള്ളം കോരാൻ വരേണ്ടതില്ല, എനിക്ക് ദാഹിക്കുകയുമില്ല. ശിഷ്യന്മാര് മറ്റൊരവസരത്തിൽ ഈശോയോട് പറഞ്ഞു, ഈ അപ്പം ഞങ്ങൾക്കും നൽകണമേ. ഈശോ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഈ അപ്പം നമ്മൾ സ്വീകരിക്കുകയാണ്. ആ ജലത്തിൽ നിന്ന് നമ്മൾ പാനം ചെയ്യുകയാണ്. ആ ജലം ഞങ്ങൾക്കും തരണമേ, കൂടെ വസിക്കണമേ, ഈ അപ്പം ഞങ്ങൾക്കും നൽകണമേ. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയും ആശംസകളും. ഈ 6 സഹോദരിമാരെ പഠിപ്പിച്ച് ഒരുക്കി ഇന്ന് കർത്താവിന്റെ പക്കല് സമർപ്പിക്കുന്ന SABS സന്യാസിനി സമൂഹത്തിന് പ്രത്യേകമായ ദൈവകൃപ നമുക്ക് യാചിക്കാം. ഇവരുടെ മാതാപിതാക്കള്, സഹോദരീ സഹോദരന്മാര് എല്ലാവരും ഇവിടെ പ്രഭാതത്വത്തിന് എത്തിയിട്ടുണ്ട്. അവരുടെ സന്തോഷം ഞാൻ പറഞ്ഞല്ലോ. ഇവര് ഈശോയാൽ വിളിക്കപ്പെട്ടു എന്ന് കാണുന്നതിൽ നമുക്കുള്ള സന്തോഷമാണ്. ആ സന്തോഷത്തിൽ പങ്കുപറ്റുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയിലൂടെ ധാരാളമായ ദൈവകൃപ ലഭിക്കുകയും ചെയ്യട്ടെ.